പ്രശ്നം എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പണം ഉണ്ടാക്കാനാണ്. പണം ഉണ്ടാക്കാൻ പറ്റും. കാരണം പ്രപഞ്ചം ഒരാളോടും പറഞ്ഞിട്ടില്ല നീ ഇത്രേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ. പക്ഷെ കുഞ്ഞു നാള് മുതൽ എങ്ങനെയോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ പണം നമ്മളിലേക്ക് വരുന്നു ചേരുന്നതിന് ഒരു ലിമിറ്റ് കൽപ്പിച്ചിട്ടുണ്ട്. എന്ത് കൽപ്പിച്ചിട്ടുണ്ട്? ആ ലിമിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നിൽക്കും. ഞാൻ നിങ്ങൾ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ എന്താണ് ആ ലിമിറ്റ് വലുതാക്കാൻ നിങ്ങൾക്ക് പണം കിട്ടിയാൽ നിങ്ങൾ വിചാരിക്കുക 10 പേരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 10 പേരോട് പറഞ്ഞു വെച്ചിട്ട് കിട്ടും, അപ്പൊ ഇപ്രാവശ്യം എനിക്ക് 1 ലക്ഷം രൂപ കിട്ടും. നിങ്ങളുടെ ലിമിറ്റ് 35,000 ആണെന്ന് വിചാരിച്ചു. ആ 35,000 ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പൈസ നിങ്ങൾക്ക് കയറിയില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് മാറും. എന്തെങ്കിലും കാരണം 100ക്ക് 110% നിങ്ങൾക്ക് ഉറപ്പുള്ള ബിസിനസ് ആണെങ്കിൽ പോലും അത് കിട്ടിയാൽ. കാരണം എന്താണ്? ലിമിറ്റ് ഇവിടെ മാറണം. ഓ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് കറക്റ്റ്. യു സെഡ് ഇറ്റ്. അതെ, അത് നമ്മൾ പഠിക്കണം, നമ്മൾ അറിയണം. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്നാണെന്നറിയാമോ? കൂട്ടത്തിൽ കൂടുക. നിങ്ങൾ അടുപ്പമുള്ള ആൾക്കാരുടെ വരുമാനം നിങ്ങൾക്ക് ഇപ്പൊ അടുപ്പമുള്ള ആൾക്കാരുടെ 5 പേരുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ വെറുതെ മനസ്സിൽ. ഇപ്പൊ നിങ്ങളുമായിട്ട് അടുത്ത സ്ഥിരം ഇടപഴകുന്ന 5 പേരുടെ വരുമാനം ആലോചിക്കുക. 5 പേർ. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ എഴുതി ഒപ്പിട്ട് തരാം. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഇവരുമായിട്ടുള്ള കമ്പനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ശരാശരി വരുമാനം. അപ്പൊ നിങ്ങളുടെ ശരാശരി വരുമാനം 25,000 രൂപ കിട്ടുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളുടെ കമ്പനി എന്ന് വിചാരിക്കുക. 5 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ശരാശരി വരുമാനം എത്രയായിരിക്കും? അതേസമയം 5 ലക്ഷം രൂപ കിട്ടുന്ന ആൾക്കാരുമായിട്ടാണ് നിങ്ങളുടെ കമ്പനിയെങ്കിൽ എന്ത് സംഭവിക്കും? 5 ലക്ഷം. അതാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയൊരു പ്ലസ്. പ്ലാൻ അല്ല, അവരുടെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരെന്തിനെ കുറിച്ചാണ് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന? ആ ബിസിനസ്സെ കുറിച്ചും പണത്തെ കുറിച്ചും ഒക്കെ അവർ പറയുമ്പോൾ അങ്ങനെയുള്ളവൻ ക്രമേണ അപ്പൊ നമ്മുടെ മനസ്സിന് എന്ത് തോന്നുന്നു? എനിക്ക് അങ്ങനെ. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, വരുമാനം വർദ്ധിക്കണേ. വരുമാനം ഉള്ളവരുമായിട്ട് വേണം നിങ്ങളുടെ സൗഹൃദങ്ങൾ. ഇപ്പൊ വരുമാനം ഇല്ലാത്തവനാണെങ്കിൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള സൗഹൃദം